ഒരെഴുത്ത് തന്നാ ചൊല്ലു സാർ. സാഗറിന് ഞാൻ ഈ എഴുത്തെഴുതുന്നത് പേടിച്ചു വരച്ചുകൊണ്ടാണ്. ഇവിടെയുള്ളവർ ഓരോന്ന് പറയുന്നു. സാഗറും ശേഖരൻകുട്ടിയും തെറ്റിയെന്നും ഭയങ്കര വഴക്കാണെന്നും അയാൾ സാഗറിനെ ഉപദ്രവിക്കുന്നും മറ്റും. സാഗറിനെ അയാൾ... എനിക്കിവിടെ ഒരു മനസ്സമാധാനവും ഇല്ല. രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല. എനിക്ക് സാഗറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ എഴുത്തു കൊടുത്തയച്ചത്. കണ്ടില്ലേ, ഇപ്പൊ മനസ്സമാധാനമില്ലേ? ആദ്യമായിട്ടാ എന്റെ കാമുകി എനിക്കൊരു കത്തെഴുതുന്നത്. പക്ഷേ ഉള്ളടക്കം മോശമായി പോയി. അല്ല, ഇങ്ങനെയാണോ ഒരു കാമുകി കത്തെഴുതുന്നത് എന്ന് ചോദിച്ചു പോയതാ. ജ്യോതി, നീ എന്തിനാ അവരും പറയുന്ന കേട്ട് വിഷമിക്കുന്നത്? നീ വിചാരിക്കുന്ന തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഞാനും ശേഖരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, പങ്കുവെച്ചോടെ നിർത്തി. പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്നു കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല. ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത്. എന്താ, സമാധാനമായില്ലേ? ദൈവമേ, ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു. ആദ്യമായി എന്റെ കാമുകിയുടെ മുഖത്ത് വിരഹവേദനയില്ല, കണ്ണുനീരില്ല, കരച്ചിലില്ല. ഞാൻ മത്തേ. Yes. Come in. ഇരിക്ക്. ഞാൻ ജോർജിനോട് ഇവിടെ വരാൻ പറഞ്ഞത്, ജോർജ് വീട്ടിൽ വന്നാൽ ആരെങ്കിലും വാച്ച് ചെയ്യും. ഐ വാണ്ട് ടു അവോയ്ഡ് ഇറ്റ്. ജോർജ് ഈ നമ്പറുകൾ എനിക്ക് ടാപ്പ് ചെയ്ത് തരണം. ഇതിൽ CM-ന്റെ റെസിഡൻസ് നമ്പർ ഉണ്ടല്ലോ. ഉണ്ട്. ശേഖരൻകുട്ടി അവിടെയാണ് താമസിക്കുന്നത്. CM-ന്റെ പൊളിറ്റിക്സിലോ പേഴ്സണൽ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല. ശേഖരൻകുട്ടിയുടെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമില്ല. എനിക്കെതിരായി എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ എനിക്കത് അറിയണം, അത്രേ ഉള്ളൂ. എന്താ, ജോർജിന് ബുദ്ധിമുട്ടുണ്ടോ? ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതല്ലേ? ജോർജ്, ജോർജിന് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സുഭാഷ്, ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്കി ഒരാൾ വരും. അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയണം. ഈ ഡോളറിന്റെ പകുതി അയാൾ തരും. ശരിയാണോ എന്ന് ഒത്തു നോക്കണം. ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം. ശരി. അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാർ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ? അറിയാം. ജാക്കി നന്നായിട്ടാണെന്ന് പറയണം. എക്സാക്ട്ലി. എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത്. നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട്. പോയിക്കോളൂ. സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക് സ്ക്വാഡ് ചെയ്യാണോ? സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. അതെ, ചെറുപ്പക്കാരൻ. ഇരുന്നണം. സോറി, അത് പറയില്ല. സാറിന് സൗകര്യം ഉണ്ടെ പിടിച്ചാൽ മതി. കോസ്റ്റായോ, ആ ചെറുക്കൻ ജാക്കിയുടെ പേര് തന്നെ പറയുവോ അതോ രണ്ടെണ്ണം കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി നമ്മുടെ പേര് പറയോ? കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത്? ജാക്കി ഒന്ന് കണ്ടാൽ
ഞാൻ 10 കാണുന്നവന്. നാളെ ഈ സമയത്ത് ജാക്കി ലോക്കപ്പിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കും. ఈ అచ్చాయ നമുക്കിട്ട് പണിയുമോ? 7 సంవత్సరాలు കാരാഗ്രഹം പറ്റണ്ടി. മനസ്സിലായില്ലേ? 7 വർഷം ജയിലിൽ തള്ളും. പോടു, ഞാൻ പറയാനുള്ള പറഞ്ഞു. నేను చెప్పినది చెప్పినట్టే. 2 കാളുണ്ടായിരുന്നു. വിളിച്ചത് 2 ഒരാൾ തന്നെ. ഒന്ന് ഹോട്ടൽ ബ്രോഡ്വേയിലേക്ക്, 41 മിസ്റ്റർ സുഭാഷ്. രണ്ടാമത്തെ കോൾ നർക്കോട്ടിക് സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക്. അറ്റൻഡ് ചെയ്ത CI. എന്തായിരുന്നു സംസാരിച്ചത്? നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. കോശി തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു. സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചാണെന്ന് അവൻ പറയും? ജാക്കി നന്നയച്ചാണെന്ന് പറയും. എക്സാക്ട്ലി. അവൻ അതേ പറയൂ ലോറൻസ്. അച്ചായന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും. എന്താണ് ഇത്? ജാക്കി എന്നതാ. ആര്? ജാക്കി എന്നതാ. ഏത് ജാക്കി? നായിന്റെ മോനെ, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തരംതാഴ്ന്ന പ്രവൃത്തി ചെയ്യില്ല. സ്വന്തം കൂട്ടത്തിൽ ഒരുത്തനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക. അത് ഒരു 3ാം കട പ്രതികാരത്തിന് വേണ്ടി. നീ ആണാണെങ്കിൽ നേരിട്ട് വാ. ഇതുപോലെയുള്ള പാവങ്ങളെ ഒന്നും വെറുതെ കൊടുക്കരുത്. ശേരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ, നീ ഈ നസ്രാണിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. നൗ യു സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. കോശിച്ചായോ? ഞാൻ ചോദിച്ചല്ലേ ഇത് വേണോന്ന്. ഇപ്പൊ എന്തായി? 5-8 കൊല്ലം അവൻ എന്റെ വേളായിരുന്നു. അവന്റെ ബുദ്ധി എനിക്കറിയാം. നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൻ അത് അവിടെ പ്രവർത്തിച്ചിരിക്കും. അതാ ജാക്കി. 200 ഇരട്ടി ലാഭം കിട്ടുമല്ലോ എന്ന് ഓർത്താ അവനെ ഞാൻ പിണക്കിയത്. എക്സാക്ട്ലി. മീരു ഒക്കെ ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശേഖരൻകുട്ടി, ഞാൻ അന്നേ പറഞ്ഞതാ ഈ അച്ചായനുമായി ഐക്യമുന്നണി വേണ്ട, നഷ്ടമേ ഉണ്ടാവൂന്നും കയ്യിലുള്ളതും കൂടി പോവൂന്ന്. മനക്ക് നഷ്ടവുച്ചുന്തി തെളിസ. നിന്റെ തെളിസ. ഞാൻ പറഞ്ഞതിന് എന്നെ അടിക്കണ്ട. അച്ചായനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നെ അടിച്ചോ.